ഓം ശ്രീ ആഞ്ജനേയായ നമ. MS V4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് അടുത്ത ഒരാഴ്ചത്തെ 27 നക്ഷത്ര ജാതകരുടെ ആഴ്ച ഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. അതായത് 2025 ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 2 വരെയുള്ള അത്രയും ദിവസത്തെ ഫലം. ഈ 27 നക്ഷത്ര ജാതകരുടെ നക്ഷത്രക്കാരുടെ ഫലം ഞാൻ ചെയ്തിരിക്കുന്നത് കവടി പ്രശ്നത്തിലൂടെയാണ്. മേട രാശി മുതൽ മീന രാശി വരെയുള്ള 12 രാശികൾക്ക് ഓരോ തവണ കവടി പ്രശ്നം വെച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വാരഫല വീഡിയോയിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. എൻ്റെ ചാനൽ MS V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജ്യോതിഷപരമായിട്ടുള്ള എന്ത് ആവശ്യത്തിനും കവടി പ്രശ്നത്തിലൂടെയുള്ള അങ്ങനെയുള്ള പരിഹാരം ഓൺലൈൻ വഴി പേഴ്സണലി കൺസൾട്ടേഷൻ കാര്യങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോയിലേക്ക് കടക്കാം. വാരഫല വീഡിയോയിൽ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. മേടക്കൂർ നക്ഷത്ര ജാതകരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സും രണ്ടും ഇടകലർന്ന ഒരു വാരമായിട്ടാണ് അടുത്ത ഒരാഴ്ച കാണിക്കുന്നത്. അതായത് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വാരമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. കാരണം ഫിനാൻഷ്യലി ചെറിയ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ഫിനാൻഷ്യൽ സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ചിലവുകൾ കൂടി നിൽക്കാനുള്ള സാധ്യതകളും മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്ന പൊതുവെയുള്ള നക്ഷത്രഫലമാണ്. പൂർണ്ണമായിട്ട് 100% എല്ലാവർക്കും ഇത് വരും എന്നല്ല ഞാൻ പറയുന്നത്. പൊതുവെയുള്ള കവടി പ്രശ്നത്തിലൂടെയുള്ള നക്ഷത്രഫലമാണ് ഞാൻ പറയുന്നത്. അപ്പം മേടക്കൂർ നക്ഷത്ര ജാതകർ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക, ധനപരമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾക്ക് ചെറിയ മടി ഉണ്ടാകാനുള്ള സാധ്യതകൾ ഈ ഒരാഴ്ച കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഫേവറബിൾ ആയിട്ടുള്ള, വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. അതായത് ദാമ്പത്യപരമായിട്ട് കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല വാരമായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് കുടുംബദേവി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ ശിവഭഗവാന്റെ അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ശിവ പഞ്ചാക്ഷരം ദിവസവും ജപിക്കുക. കുടുംബദേവിയെ കൂടി പ്രാർത്ഥനാ വേളയിൽ ഒന്ന് മനസ്സിൽ ധ്യാനിക്കുക. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ പ്ലാൻ ചെയ്യുന്ന മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള വാരമായിട്ടാണ് കാണിക്കുന്നത്. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കവടി പ്രശ്നത്തിൽ കണ്ടത്. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകൈര്യം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ചെറിയ തോതിൽ ഉണ്ടാകാനുള്ള സാധ്യത അടുത്ത ഒരാഴ്ച കാണിക്കുന്നുണ്ട്. അപ്പം ഹെൽത്ത് വൈസ് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ, അങ്ങനെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. അങ്ങനെയുള്ള ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഭദ്രതയുള്ള നല്ലൊരു വാരമാണെങ്കിൽ പോലും ചിലവുകൾ കൂടി നിൽക്കാനുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. പൊതുവെ ഭാഗ്യപരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരു വാരം കാണിക്കുന്നത്. ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ ദൈവാധീനമുള്ള ഒരു വാരമാണ്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്കും വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ നല്ല ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന വാരമാണ്. അതുപോലെ ഫ്രണ്ട് സർക്കിൾസ്, പണം ഇടപാടുകൾ ഫ്രണ്ട് സർക്കിൾസിൽ അങ്ങനെ കൊടുക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. ധനനഷ്ടം
ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ആരോഗ്യപരമായിട്ട് ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇതാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മകൈര്യം പകുതി, തിരുവാതിര, ഉണർദം മുക്കാൽ ഭാഗം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഔദ്യോഗികപരമായിട്ട് ജോലി സംബന്ധമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. ജോലി സംബന്ധമായിട്ടുള്ള ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ, അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള ഒരു ചെറിയ താമസം ഈ ഒരു ആഴ്ച കാണിക്കുന്നതാണ്. അതുപോലെ കുടുംബദേവി കടാക്ഷം നേടേണ്ട അത്യാവശ്യമാണ്. ഭാഗ്യപരമായിട്ടുള്ള തടസ്സം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരം കൂടിയാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾക്ക് വളരെ നല്ല സമയമാണ്. കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനം, സരസ്വതി ദേവി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമായിട്ടാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ഉണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് മാനസികപരമായിട്ട്, അതായത് മെന്റൽ സ്ട്രെസ് കൂടി നിൽക്കാനുള്ള സാധ്യത, ഒരുപാട് വിഷമപരമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഓവറായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വാരമായിട്ടാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. ജോലിയിൽ ഉള്ള ഒരു ടെൻഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജോലി സംബന്ധമായിട്ട് കൂടുതൽ ഫോക്കസിങ് കുറഞ്ഞു നിൽക്കുന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്കും അത് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാണ്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള സൗന്ദര്യ പിണക്കം, ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ മാതാവിന് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ സഹോദരങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമായിട്ടാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്ന കർക്കിടകക്കൂർ നക്ഷത്ര ജാതകരുടെ സഹോദരങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല വാരമായിട്ടാണ് കാണിക്കുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. ഫിനാൻഷ്യലി, സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വാരമാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിലവുകൾ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയ നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യപരമായിട്ടുള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക പരമായിട്ട് ലക്ഷ്മി ദേവി കടാക്ഷം പൂർണ്ണമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ഐശ്വര്യം, അതുപോലെ തന്നെ നല്ല കൂടുതൽ റിട്ടേൺസ് കിട്ടാനും പുതിയതായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കിട്ടാനും ഒക്കെയുള്ള നല്ല ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് കിട്ടാനുള്ള ഭാഗ്യം, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നു. വിവാഹപരമായിട്ട് കല്യാണം ആലോചിക്കുന്നവർക്കൊക്കെ ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. കുടുംബദേവി കടാക്ഷം, അതുപോലെ തന്നെ വിഷ്ണു ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വാരമാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ആഴ്ച അങ്ങനെ ഫേസ് ചെയ്യുന്നതല്ല. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള നല്ല ഒരു വാരമായിട്ടാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നത്. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂർ നക്ഷത്ര ജാതകരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സും രണ്ടും ഇടകലർന്ന ഒരു വാരമാണ്. കഴിഞ്ഞ ആഴ്ചയും അതുപോലെ തന്നെയായിരുന്നു. കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും ഈ വരുന്ന വാരം അവസാനത്തോടു കൂടി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി നിൽക്കുന്നതാണ്. വിഘ്നേശ്വര പ്രീതി, വിഘ്നേശ്വര മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്.
വിവാഹപരമായിട്ടുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ദാമ്പത്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഈ ഒരാഴ്ച മാറി നിൽക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. പക്ഷെ വിദ്യാർത്ഥികൾക്ക് ചെറിയ തോതിലുള്ള മടി ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണെങ്കിൽ പോലും മടി ഉണ്ടാകാനുള്ള സാധ്യത പൊതുവെ വിദ്യാർത്ഥികൾക്ക് കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ ഒരാഴ്ച ചെറിയ തോതിൽ ദൈവാധീനം കുറഞ്ഞു നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സരസ്വതി ദേവി കടാക്ഷം നേടേണ്ടത് അത്യാവശ്യമാണ്. കുടുംബ ദേവിയെ കൂടി പ്രാർത്ഥനാ വേളയിൽ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കന്നിക്കൂർ നക്ഷത്ര ജാതകർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. കാരണം സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യതയും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നത്. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ വരുന്ന ആഴ്ച കാണിക്കുന്നതാണ്. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, നടുവിന് വേദന ഉണ്ടാകാനുള്ള സാധ്യത, കാൽമുട്ടിന് വേദന, അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെയിൻ, ഒരുപാട് ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾ ശ്രമിക്കുന്നവർക്കും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള വാരമായിട്ടാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. ഫിനാൻഷ്യൽ ഡീലിങ്സ് നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പണം കടം കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. പണം കടം കൊടുക്കുന്നത് വഴി പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ബന്ധുക്കൾ പോലും അതുപോലെ മിത്രങ്ങൾ പോലും ശത്രുക്കളാകാനുള്ള സാധ്യതകൾ തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ കുട്ടികൾക്ക് വളരെ നല്ല വാരമായിട്ടാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് വരാൻ പോകുന്നത്. വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക് ഹനുമാൻ സ്വാമി കടാക്ഷം അതുപോലെ തന്നെ വിഷ്ണു ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. അതുകൊണ്ട് തന്നെ ഹനുമാൻ ചാലിസ, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക. പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം ഉള്ളത് കൊണ്ട് തന്നെ തടസ്സങ്ങളെല്ലാം, പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് മാറുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും പൂർണ്ണമായിട്ടും നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡീലിങ്സ് വളരെ ഭദ്രമായിരിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് ഹെൽത്ത് വൈസ് വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് വളരെ ദൈവാധീനമുള്ള നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും അങ്ങനെ നല്ല രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു വാരമായിട്ടാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നത്. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്ത് വൈസ് ചെറിയ രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരാഴ്ച കാണിക്കുന്നതാണ്. അപ്പം ഹെൽത്ത് വൈസ് ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ധനുക്കൂർ നക്ഷത്ര ജാതകരുടെ മാതാവിന് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്.
സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു വാരമായിട്ടാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം മാറി നിൽക്കുന്ന നല്ലൊരു വാരമാണ്. അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സം ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് മാറി നിൽക്കുന്നതാണ്. ആരോഗ്യപരമായി ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വാരം, അതാണ് ധനുക്കൂർ നക്ഷത്ര ജാതകർ ഒന്ന് ശ്രദ്ധിക്കുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. എങ്കിൽ പോലും ഹെൽത്ത് വൈസ് പ്രത്യേകിച്ച് മാതാവിന്റെ ആരോഗ്യം ഒക്കെ ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർ ഒന്ന് ചൊവ്വാഴ്ച വരെ അവർക്ക് അത്ര അനുകൂലമായിട്ടുള്ള വാരമായിരിക്കത്തില്ല. ഫിനാൻഷ്യൽ ഡീലിങ്സ് നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. വിവാഹം ആലോചിക്കുന്ന ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അനുകൂലമായിട്ടുള്ള വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ഉത്രാട മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂർ നക്ഷത്ര ജാതകർക്ക് ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമായിട്ടാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല രീതിയിൽ ഉള്ള ദൈവാധീനം ഉണ്ടാകുന്നു. അവർക്ക് പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എത്തിച്ചേരാനുള്ള ഭാഗ്യം ഈ ഒരാഴ്ച ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു വാരമായിട്ടാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. കാരണം ചിലവുകൾ ക്രമാതീതമായി കൂടി നിൽക്കാനുള്ള സാധ്യത മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മകരക്കൂർ നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമായിട്ടാണ് കാണിക്കുന്നത്. അതായത് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾ അങ്ങനെയുള്ള ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമായിട്ടാണ് മകരക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. ബിസിനസ് റിട്ടേൺസ് അങ്ങനെ എന്തെങ്കിലും കുടിശ്ശിക എമൗണ്ടുകൾ കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി കിട്ടുന്ന നല്ലൊരു വാരമാണ്. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് വിസ കാര്യങ്ങളൊക്കെ കാത്തിരിക്കുന്നവർ, എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർക്കും നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നത്. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നോക്കാം. കുംഭക്കൂർ നക്ഷത്ര ജാതകരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂർ നക്ഷത്ര ജാതകർക്ക് പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഇടകലർന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ചിലവുകൾ കുംഭക്കൂർ നക്ഷത്ര ജാതകർക്ക് കൂടി നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ ദൈവാധീനമുള്ള സരസ്വതി ദേവി കടാക്ഷം, അതുപോലെ വിഘ്നേശ്വര പ്രീതി നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് ബുധനാഴ്ചയ്ക്ക് ശേഷം അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ബിസിനസ് സംബന്ധമായിട്ട് ബിസിനസ് എക്സ്പാൻഷൻ, അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. മണി ഡീലിങ്സ് നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കുംഭക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. സരസ്വതി ദേവി കടാക്ഷം, അതുപോലെ മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം ആർജിച്ചെടുക്കേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ദിവസവും മഹാലക്ഷ്മി അഷ്ടകം ദിവസവും ജപിക്കുക. അങ്ങനെയുള്ള സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ കുംഭക്കൂർ നക്ഷത്ര ജാതകരുടെ പിതാവിന് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മീനക്കൂർ നക്ഷത്ര ജാതകരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി രേവതി നക്ഷത്രം. മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് പൂർണ്ണമായിട്ടും ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാര്യങ്ങളെല്ലാം മാറി നിൽക്കുന്നു. ശത്രുപരമായിട്ടുള്ള അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന ദൈവാധീനമുള്ള ഒരു വാരമാണ്. വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായും കിട്ടുന്ന ഒരു വാരമായതുകൊണ്ട് തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും പൂർണ്ണമായിട്ടും നിലനിൽക്കുന്നതാണ്. മീനക്കൂർ നക്ഷത്ര ജാതകരുടെ പിതാവിന്റെ ആരോഗ്യ ക്ലേശങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരാഴ്ച അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നതാണ്. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ മീനക്കൂർ നക്ഷത്ര ജാതകരുടെ പിതാവിന് ചെറിയ രീതിയിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഈ വാരം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ
ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ബിസിനസ് എക്സ്പാൻഷൻ ശ്രമിക്കുന്നവർക്കും അതുപോലെ ഫിനാൻഷ്യൽ ഡീലിംഗ്, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവർക്കും വളരെ ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്ന മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. കുട്ടികൾക്ക് ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു. പ്രത്യേകിച്ച് സരസ്വതി ദേവി കടാക്ഷം, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കുടുംബദേവി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന വാരമായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല രീതിയിലുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന വാരമായിട്ടാണ് മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. അതുപോലെ ജോലി സംബന്ധമായിട്ട് പുറത്തേക്ക്, വിദേശത്തൊക്കെ പോകാൻ ഒക്കെ പ്ലാനിങ് ചെയ്ത് ഇരിക്കുന്ന മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് അങ്ങനെയുള്ള വിസ സംബന്ധമായിട്ടുള്ള ക്ലിയറൻസ് കാര്യങ്ങൾക്കൊക്കെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാൻ പറ്റിയൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം മീനക്കൂർ നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം ഇതാണ്. അപ്പം 27 നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിച്ചത്. എന്റെ ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MS-V4 ആസ്ട്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നോ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും, ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശം, ബുദ്ധിമുട്ട് എന്താണ്, അത് കൂടി മെൻഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് ഫീസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, പൂർണ്ണമായിട്ടും ഫ്രീ ആണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.